നിർണായക പങ്ക് വഹിച്ച ഒരു പ്രമുഖ പലസ്തീൻ രാഷ്ട്രീയ വ്യക്തിയാണ് ഇസ്മായിൽ ഹനിയ. ഉയർച്ച താഴ്ചകളാൽ അടയാളപ്പെടുത്തിയ ഒരു കരിയറിനൊപ്പം പലസ്തീന്റെ സ്വയം നിർണയത്തിനും രാജ്യത്തിനും വേണ്ടിയുള്ള ശാശ്വതമായ പോരാട്ടത്തെയാണ് ഹനിയയുടെ യാത്ര പ്രതിഫലിപ്പിക്കുന്നത്. പലസ്തീനും ഇസ്രായേലിനുമിടയിലെ സംഘർഷത്തിൽ എപ്പോഴും പറഞ്ഞു കേൾക്കുന്ന പേരായിരുന്നു ഇസ്മായിൽ ഹനിയ. ഇസ്രായേലിന്റെ പ്രധാന ശത്രു. ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളുമായെല്ലാം ഹമാസിന്റെ കാര്യങ്ങൾ നിലവിൽ സംസാരിച്ചിരുന്നതും ഹനിയയാണ്. ഈ നേതാവിനെയാണ് ആരോ ഇറാനിൽ വെച്ച് വകവരുത്തുന്നത്. ജീവനയോടെയോ അല്ലാതെയോ ഹനിയെ പിടിക്കുമെന്ന് ഇസ്രായേൽ മാസങ്ങൾക്ക് മുൻപ് പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇസ്രായേൽ ചാര ഏജൻസിയായ മൊസാദിലേക്ക് ഈ കൊലപാതകത്തിന്റെ സംശയം എത്തുന്നത്. ഹമാസ് രാഷ്ട്രീയകാര്യ സമിതി തലവൻ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടത് നടുക്കത്തോടെയാണ് ലോകം കേട്ടത്. ടെഹ്റാനിൽ വെച്ച് ഹനിയ കൊല്ലപ്പെട്ടെന്ന് ഇറാൻ സൈന്യവും ഹമാസും അറിയിച്ചു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു അദ്ദേഹം. ഖത്തർ കേന്ദ്രീകരിച്ച് ഹമാസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന ഹനിയ അവിടെ നിന്നാണ് ഇറാനിലെത്തിയത്. ചൊവ്വാഴ്ച നടന്ന ചടങ്ങിന് മുൻപ് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനിയുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഹനിയയുടെ അംഗരക്ഷകനും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഹനിയ താമസിച്ച വീടിന് നേരെ ഉണ്ടായ ആക്രമണത്തിലാണ് അംഗരക്ഷകൻ കൊല്ലപ്പെട്ടത്. ഇസ്രായേൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇസ്മായിൽ ഹനിയയുടെ കുടുംബ വീട് തകരുകയും 2 പേരക്കുട്ടികളടക്കം കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. 2017 മുതലാണ് ഹമാസിന്റെ നയതന്ത്ര മുഖമായി ഇസ്മായിൽ ഹനിയ മാറുന്നത്. ഗാസ മുൻപിലെ യാത്രാ നിയന്ത്രണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് തുർക്കി വഴിയാണ് ഹനിയ ഖത്തറിലെത്തിയത്. ഏറ്റവും ഒടുവിൽ നടന്ന വെടിനിർത്തൽ ചർച്ചകളിൽ ഹമാസിന്റെ മുഖമായിരുന്നു ഹനിയ. ഹമാസിന്റെ പോരാട്ട ശേഷി വളർത്തിയെടുക്കുന്നതിൽ സുന്നി മുസ്ലിമായ ഹനിയയ്ക്ക് ഒരു പ്രധാന പങ്കുണ്ട്. ഹനിയ ഹമാസിന്റെ ഗാസയിലെ ഉന്നത നേതാവായിരുന്നു ഒരു കാലത്ത്. 2017 ഹനിയ ഗാസ വിട്ടപ്പോൾ ഹനിയയുടെ പിൻഗാമിയായി യഹിയ സിൻവറാണ് ചുമതലയേറ്റത്. 2 പതിറ്റാണ്ടിലേറെ ഇസ്രായേൽ ജയിലിലായിരുന്ന സിൻവാർ തടവുകാരെ കൈമാറ്റം ചെയ്യൽ കരാർ അനുസരിച്ചാണ് സിൻവാർ തിരികെ ഗാസയിലെത്തിയത്. അറബ് ഗവൺമെന്റുകളുമായുള്ള ഹമാസിന്റെ രാഷ്ട്രീയ നയതന്ത്രമായിരുന്നു പിന്നീട് ഹനിയ ചെയ്തിരുന്നത്. 1962 ഹനിയ ജനിച്ചത്. ഗാസ അഭയാർത്ഥി ക്യാമ്പായ അൽ ഷാത്തിയിലായിരുന്നു ഹനിയയുടെ വീട്. ഈ വീട്ടിൽ നവംബർ 16 ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ബോംബിട്ടു. ഈ വീട് ഹമാസിന്റെ മുതിർന്ന നേതാക്കളുടെ മീറ്റിംഗ് പോയിന്റാണ് എന്നായിരുന്നു ഇസ്രായേൽ ആരോപണം. ഹമാസ് നേതാവായിരുന്ന അഹമ്മദ് യാസിന്റെ അടുത്ത അനുയായി പിന്നീട് ഹനിയ മാറി. ഏകാധിപതികൾക്കും സ്വച്ഛാധിപതികൾക്ക് മുൻപിൽ മുട്ടുമടക്കരുതെന്ന് ഞങ്ങൾ പഠിച്ചത് അഹമ്മദ് യാസിന്റെ അടുത്ത് നിന്നായിരുന്നുവെന്ന് ഒരിക്കൽ ഹനിയ പറഞ്ഞിരുന്നു. 2004 യാസിനെ ഇസ്രായേൽ കൊലപ്പെടുത്തിയത്. ഹമാസ് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന്റെ ആദ്യകാല വക്താവായിരുന്നു ഹനിയ. ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത് ഉയർന്ന സംഭവവികാസങ്ങളെ നേരിടാൻ ഹമാസിനെ പ്രാപ്തമാക്കും എന്നായിരുന്നു ഹനിയ പറഞ്ഞത്. തുടക്കത്തിൽ ഇത് അംഗീകരിക്കാൻ ഹമാസ് തയ്യാറായില്ല. എന്നാൽ പിന്നീട് രാഷ്ട്രീയ സംഘടന രൂപീകരിക്കുകയും ചെയ്തു.